എന്തുകൊണ്ട് മക്കളെ വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ മുസ്ലിങ്ങൾക്കറിയാം. അത് ഹറാമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇസ്ലാമിൽ അത് അനുവദനീയമല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് തെറ്റാണ്? എനിക്കറിയണം. ഈ ഉത്തരം മറ്റൊരു കാര്യമല്ല. അതല്ല എന്റെ ചോദ്യം. എന്തുകൊണ്ട് അത് തെറ്റാണ്? നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ ചോദ്യം ഞാൻ പറഞ്ഞ കാര്യത്തിനുള്ള തെളിവാണ്. ഖുറാനിൽ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ നിങ്ങളെയെല്ലാം മുസ്ലിങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഞാൻ അത് ഓൺലൈനിൽ തുറന്നുകാട്ടും. ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാം. അതൊരു മുഖാമുഖം വന്നാൽ എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഓൺലൈനായി മാപ്പ് ചോദിക്കും. ഞാൻ ഓൺലൈനായി മാപ്പ് ചോദിക്കും. ഞാൻ ഓൺലൈനായി മാപ്പ് ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് വീഡിയോ അയച്ചുതരാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. ശരി, എനിക്ക് നിന്നെ വിശ്വാസമില്ല. നീ ഒരു നുണയനാണ്. നിനക്ക് ധാർമ്മിക മൂല്യങ്ങളൊന്നുമില്ല. നീ ഒരു സിയോണിസ്റ്റ് വക്താവാണ്. നീ ഒരു സിയോണിസ്റ്റ് വംശഹത്യയുടെ വക്താവാണ്. അല്ലേ? പിന്നെ ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും? ഞാൻ നിന്നെ ഒരു പൈസയ്ക്ക് പോലും വിശ്വസിക്കില്ല. ഞാൻ ഒരു പൗണ്ട് പോലും നിന്നെ ഏൽപ്പിക്കില്ല. ഹലോ, ഇതാ ഈ പൗണ്ട് ഞാൻ ഇവനെ ഏൽപ്പിക്കില്ല. അവസാന പോയിന്റ്. ഖുർആൻ പറയുന്നത് ഇതിന് നേരെ വിപരീതമാണ്. മാന്യരെ, ഖുർആൻ പറയുന്നത് ഇതാണ്. സ്വന്തം പെൺമക്കളെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ഖുർആൻ എന്താണ് പറയുന്നത്? ഖുർആൻ പറയുന്നു, സൂറ 4 കേൾക്കൂ, ഇതൊന്നു കേൾക്കൂ. സൂറ 4 വചനം 23. ഈ വചനം നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഞാൻ ഈ വചനം നിങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ വചനം നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഈ വചനം നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഈ ഒരു വചനം മാത്രമാണ്. ഈ ഒരു വചനം മാത്രം. ഖുർആൻ. എന്തിനാണ് അവൻ ഓതുന്നത്? മാന്യരെ, സഹോദരന്മാരെ, എന്തിനാണ് അവൻ ഓതുന്നത്? നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ആളുകളെ. അവൻ പരസ്യമായി പറയുകയാണ് ഞാൻ ഒരു സിയോണിസ്റ്റാണെന്ന്. ഞാൻ അഭിമാനിയായ ബിജെപിയാണ്. ഞാൻ അഭിമാനിയായ മുൻ മുസ്ലിമാണ്. ഞാൻ അഭിമാനിയായ കാഫിറാണ്. അവൻ ഒരു തൊപ്പിയും ധരിച്ച് ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നു. സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നു എന്ന്. ഇതിന് വിപരീതമായി ഖുർആൻ സൂറ നിസ അദ്ധ്യായം 4 വചനം 23 പറയുന്നു, നിങ്ങളുടെ ഉമ്മമാരും പുത്രിമാരും സഹോദരിമാരും പിതൃസഹോദരിമാരും മാതൃസഹോദരിമാരും സഹോദരപുത്രിമാരും സഹോദരീപുത്രിമാരും നിങ്ങൾക്ക് മുലതന്ന ഉമ്മമാരും നിങ്ങൾക്ക് മുലതന്ന സഹോദരിമാരും നിങ്ങളുടെ മുലകുടി ബന്ധമുള്ള സഹോദരിമാരും നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരും നിങ്ങളുമായി ബന്ധം പുലർത്തിയിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ സംരക്ഷണയിലുള്ള നിങ്ങളുടെ വളർത്തുമക്കളും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. എന്നാൽ നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റമില്ല. അതുപോലെ നിങ്ങളുടെ സ്വന്തം മക്കളായവരുടെ ഭാര്യമാരും. പിന്നെ 2 സഹോദരിമാരെ ഒരേസമയം ഭാര്യമാരായി സ്വീകരിക്കുന്നതും മുൻപ് സംഭവിച്ചതൊഴികെ. തീർച്ചയായും അല്ലാഹു ഖുർആനിലെ ഈ ആയത്തിന്റെ സാന്നിധ്യത്തിൽ എന്നും പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ശരി, ഈ നുണയന്മാർക്ക് വന്ന് അവകാശപ്പെടാൻ വല്ലാത്തൊരു ധൈര്യം തന്നെ. അവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവർ മനഃപൂർവ്വം നുണ പറയുന്നു. അവർ ഒരു അജണ്ടയിലാണ്. അവൻ 2 തവണ ഇസ്രായേലിൽ പോയെന്ന് പറഞ്ഞു. അവൻ ഇസ്രായേലിൽ എന്താണ് ചെയ്യുന്നത്? അവൻ ഒരു സയനിസ്റ്റാണ്. എന്താണ് അവൻ ഇസ്രായേലിൽ എന്താണ് ചെയ്യുന്നത്? അവൻ പോയി നോക്കൂ. കാരണം മുസ്ലിങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ വിദ്വേഷം പരത്താൻ സയനിസ്റ്റുകൾ ഇത്തരം ആളുകൾക്ക് പണം നൽകുന്നു. അതുകൊണ്ട് അവൻ മുസ്ലിങ്ങളെക്കുറിച്ച് കള്ളം പറയുന്നു. അങ്ങനെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൂടുതൽ വെറുക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് അവർ മുസ്ലിങ്ങളെ കൂടുതൽ ആക്രമിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് അവർ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കൂടുതൽ ലക്ഷ്യമിടാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഇവർ സയനിസ്റ്റുകളേക്കാൾ മോശക്കാരാകുന്നത്. അവൻ ഒരു സയനിസ്റ്റാണെങ്കിലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പരത്താൻ അവൻ സയനിസ്റ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ ഇന്ന് അല്ലാഹു അവനെ തുറന്നുകാട്ടി. അതുകൊണ്ട് ഇന്ത്യൻ മുസ്ലിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് കഴിയുന്നത്ര ഇത് പ്രചരിപ്പിക്കുക. ഇത് വെട്ടിമുറിച്ച് നിങ്ങൾക്ക് കഴിയുന്നത്ര പ്രചരിപ്പിക്കുക. കാരണം ഈ മനുഷ്യൻ ഇന്ന് ഒരു ചർച്ചയിൽ നിന്ന് ഓടിപ്പോയി. വളരെ നന്ദി.